വേണു വേണു എനിക്ക് ഇതാ ചായ. എവിടെടുത്തി? ഇന്നലെ വന്നപ്പോ മുതലേ ശ്രദ്ധിക്ക, എവിടെടുത്തി ആകെ മാറിയിട്ടുണ്ട്. ചോദിക്കാതിരിക്കാൻ പറ്റണില്ല. നിങ്ങൾ തമ്മിൽ എന്താ ഉണ്ടായത്? ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ നോക്കണ്ട. ഈ കണ്ണും മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ? എന്തുണ്ടെങ്കിലും എന്നോട് പറയാറുള്ളതല്ലേ ഗൗരിയെടുത്തി? ഒന്നുമില്ല മോനെ. ഗൗരിയെടുത്തി എന്നോട് നുണയും പറഞ്ഞു തുടങ്ങിയോ? ഞാൻ എന്താ നുണ പറഞ്ഞത്? സത്യം മാത്രമേ പറയാവൂന്ന് എന്നെ പഠിപ്പിച്ച ഗൗരിയെടുത്തില്ലേ? ഉള്ളു തുറന്നെല്ലാം സംസാരിക്കാറില്ലല്ലേ നമ്മള്? എന്നിട്ടിപ്പോ ചിലപ്പോ വലിയ വീട്ടിൽ പോകുമ്പോ ആളുകൾ ഇങ്ങനെ മാറുമായിരിക്കും. എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ, ഞാനില്ലേ ഗൗരിയെടുത്തിക്ക്? അത് തന്നെയാണ് ഇപ്പൊ എന്റെ പേടി. എന്താ പറയാ, എങ്ങനെയാ പറയാന്ന് എനിക്കറിയില്ല. പറയാതിരുന്നാല് ഒരു സത്യം മറച്ചു വെക്കലാവും. എന്താ കാര്യം? എന്തായാലും ഞാനത് അറിയട്ടെ. ഒരിക്കൽ നീ ഏതായാലും ഇതറിയും. നേരത്തെ അറിയുന്നതാണ് ഒരു കണക്കിന് നല്ലത്. നന്ദേട്ടനും വീട്ടുകാരും ഒരു കാര്യം നമ്മളോട് മറച്ചു വെച്ചിരുന്നു. അമ്മു സുഖമില്ലാത്ത കുട്ടിയാണ്. എന്താ അസുഖം? അപസ്മാരം. കുറെ കാലായി തുടങ്ങിയിട്ട്. ഗുളിക കഴിച്ച് രോഗം മാറിയെന്ന് കരുതിയിരിക്കായിരുന്നു അവര്. എന്നിട്ട് 2 ദിവസം മുമ്പ് ഞാൻ നേരിട്ട് കണ്ടു. ഇതെന്താ നമ്മളോട് പറയാതിരുന്നെന്ന് ഗൗരിയെടുത്തിയോടെ ചോദിച്ചൂല്ലേ? അതിന്റെ പേരില് നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? 1ഉം 2ഉം പറഞ്ഞു. അമ്മുവിന്റെ കല്യാണം നടക്കുന്നുള്ള വിശ്വാസത്തിന്റെ പേരിലാണ് നന്ദേട്ടൻ എന്നെ കല്യാണം കഴിച്ചെന്ന് വരെ പറഞ്ഞു. അതിന്റെ അർത്ഥം? അർത്ഥം ഊഹിക്കാൻ നോക്കിയിട്ട് എനിക്ക് ഒരു ഉത്തരല്ല മോനെ കിട്ടുന്നത്. പല ഉത്തരങ്ങള്. ഇപ്പൊ നീ ഒന്നും പറയണ്ട, സാവധാനം ആലോചിക്ക്. എന്നിട്ട് എനിക്കൊരു കത്തെഴുതിയിട്. പോട്ടെ, അവിടെ ഇറങ്ങാൻ ധൃതി കൂട്ടാവും. ഞാൻ എന്തിനും തയ്യാറാണ്. നിന്റെ ഇഷ്ടമാണ് എന്നും എന്റെ ഇഷ്ടം. നേരം വൈകിയില്ലേ മീറ്റിങ്ങിന് പോണെന്ന് പറഞ്ഞിട്ട്? അമ്മുവിന്റെ കാര്യം നീ വേണുനോട് പറഞ്ഞു അല്ലേ? പറയാതിരിക്കാൻ കഴിഞ്ഞില്ല നന്ദേട്ടാ എനിക്ക്. എന്നിട്ട് വേണു കല്യാണത്തിന് തയ്യാറല്ലെന്ന് പറഞ്ഞു? അവനൊന്നും പറഞ്ഞില്ല. ആലോചിച്ച് സാവധാനം ഒരു തീരുമാനം എടുക്കട്ടെ. അമ്മുവിന്റെ കാര്യം നേരത്തെ കുട്ടി പറയണതല്ലേ എല്ലാവർക്കും നല്ലത്. ആർക്കും നല്ലത്? നിങ്ങൾക്കോ? ചെയ്തത് തെറ്റാണെന്ന് വെച്ചാൽ നന്ദേട്ടന് തോന്നുന്ന ഏത് ശിക്ഷ എനിക്ക് തരാം. ഒന്നുകിൽ തിരിച്ചെന്നെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കാം, അല്ലെങ്കിൽ എന്റെ ധർമ്മസങ്കടം ആരും എന്താ മനസ്സിലാക്കാത്ത? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാശ് വെച്ചു വന്നാൽ ഞാൻ എവിടെ നിർത്ത തരാനാ? അച്ഛൻ ഇങ്ങനെ പറഞ്ഞ അമ്മയുടെ തല്ലു വാങ്ങണ ഞാനാ. കാശ് കൊണ്ടല്ലാതെ അങ്ങോട്ട് ചെല്ലണ്ടെന്ന ഓർഡർ. അവളക്കത് പറയാം. ഉണ്ടായിരുന്ന കാശൊക്കെ പിഴിഞ്ഞെടുത്തിട്ടല്ലേ അവള് പടിയിറങ്ങി പോയേ. ഇപ്പൊ പണ്ടത്തത്ര കളിയില്ല. ഒരു കളിക്ക് വിളിച്ചിട്ട് കാലത്രേ. ഇതൊക്കെ അപ്പൊ അവനോട് പറഞ്ഞിട്ട് കാര്യം എന്താ ശേഖര? 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ പറഞ്ഞിട്ട് നേരത്തെ ഇങ്ങോട്ട് പോകുന്നു. എന്താ കുട്ടി ഒരു വല്ലായ്മ? സുഖമില്ലാന്നുണ്ടോ? ഒന്നുമില്ല. വിശേഷങ്ങളൊക്കെ അനിയനോട് പറഞ്ഞ് ഉറങ്ങാൻ നേരം ഉണ്ടായിട്ടുണ്ടാവില്ല. നന്ദം പോയതുകൊണ്ട് ഉറക്കം വരില്ല എന്ന് പറഞ്ഞു അമ്മു. ഗൗരി, ദേ ശേഖരന്റെ കുട്ടിയാ. അണിയറയിലെ ദുഃഖം എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെയാ. ഉപേക്ഷിച്ചതാ. 2 മനസ്സുമായിട്ട് ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയുന്നതിനേക്കാൾ നല്ലത് പിരി തന്നെയാ. ഹായ്, എത്തിയോ മണവാട്ടി? അടിപൊളിയായിരുന്നോ യാത്രയൊക്കെ? പിന്നെ ഈ നാത്തൂൻ എന്താ കൊണ്ടുവന്നിരിക്കണേ? മോൾക്ക് നല്ലൊരു സമ്മാനം വീട്ടിൽ പറഞ്ഞു വെച്ചിട്ട് എടുത്ത് വന്നിരിക്കണേ. ഇതെന്താ ഇത്? ഈ ചിലപ്പോ എങ്ങനെയാ മനുഷ്യന് മനസ്സിലാകാത്ത പോലെ സംസാരം. വാ. ഗൗരിയടുത്തിമ്മ അറിഞ്ഞോ? ഇന്നലെ ഇവിടെ ഒരു കൈനോട്ടക്കാരി വന്നിരുന്നു. ഞാനും വെള്ളേച്ചും ഒക്കെ കൈ നോക്കിച്ചു. പിന്നൊരു കാര്യം അറിയോ? എന്റെയും വെള്ളേച്ചിനും കൈരകളൊക്കെ ഒരുപോലാ. വെള്ളേച്ചിക്ക് സംഭവിക്കുന്ന ഒക്കെ എനിക്ക് സംഭവിക്കും. ഗൗരിയടുത്തമ്മേ, ആ പരമനെ പോലെ വേണു എന്നെ തല്ലോ? ഹേയ് ഇല്ല. ഞങ്ങള് കഴിഞ്ഞ ജന്മത്തിലേ ഒന്നായവരാണെന്നാ ആ കൈനോട്ടക്കാരി പറഞ്ഞത്. കഴിഞ്ഞ ജന്മത്തില് ഞങ്ങക്ക് കുട്ടികൾ എത്രയെന്നറിയോ? 7. 4 ആണും 3 പെണ്ണും. ഈ വീട് നിറയെ കുട്ടികൾ വേണം. ചാട്ടും പിടിച്ച് കരയും
ചിരിച്ചു കളിച്ച് ബഹളം ഉണ്ടാക്കുക ഒക്കെ ചെയ്യുന്ന കുട്ടികള്. എന്തേ നിന്നാളിഞ്ഞത്? ഒന്നുമില്ല. ആ വേറൊരു കൂട്ടുകൊണ്ട് കാണിക്കാൻ വാ. ആ ദേ നോക്കി. എങ്ങനെയുണ്ട്? ആൽബം നോക്കി വരച്ചതാ. ആ ഇല്ല, ഇത് എന്റെയാ. ഞാൻ ആർക്കും തരൂല. ഒരിടത്തുമേ അറിഞ്ഞോ? എന്ത്? പരമൻ ഇന്നലെ വെളിച്ചപ്പാടിന്റെ കയ്യിൽ നിന്ന് പൊതിരെ തല്ലു കിട്ടിയെന്ന്. അയാള് വാളെടുത്ത് വെട്ടാതിരുന്ന ഭാഗ്യം. എന്നിട്ട് ആശുപത്രിയില? ഏയ് വീട്ടിലുണ്ട്, തളർന്നു കിടക്കണു. അസലായിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെയും വേണം. ആ വെള്ളത്തിൽ എത്രയല്ല അയാൾ ഒടിച്ചിരിക്കണേ. ആ പോസ്റ്റ്മാൻ തന്നാ. നന്ദൻ എന്നും ഉണ്ട് ഒരു കെട്ട് കത്ത്. എനിക്ക് ആരും കത്തെഴുതാനില്ല. ഗൗരിയത്തമ്മേ, വേണുവിനോട് എനിക്കൊരു കത്തെഴുതാൻ പറയോ? പറയാം. എന്ത് വിട്ടിട്ടാ കുട്ടിയെ കാണിക്കണേ? ഇങ്ങനെ നിരാശപ്പെടപ്പ എന്താ ഉണ്ടായി? എനിക്കറിയില്ല കുട്ടിമാമേ. വേണുവിന്റെ കത്ത് വന്നിട്ടുണ്ട്. അവൻ എന്താ എഴുതിയിരിക്കണേ? ഞാൻ വായിച്ചു നോക്കിയില്ല. എനിക്ക് പേടി അത് തുറക്കാൻ. നന്ദനെ കുറിച്ച് നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുക. ശുദ്ധ പാവാണവൻ, ഒരു അനിയത്തിപ്രാന്തൻ, അത്ര തന്നെ. വിഷമം വരുമ്പോ എന്തൊക്കെയോ പറയും. ചില നേരത്ത് നന്ദേട്ടന്റെ ഭാവം കണ്ട എനിക്ക് പേടിയാവാണ് കുട്ടിമാമേ. മോള് ധൈര്യമായിട്ടിരിക്കൂ. ഈശ്വരൻ നമ്മളെ കൈവിടില്ല. വെറുതെ അതും ഇതും ആലോചിച്ച് മനസ്സ് പുണ്ണാക്കാതെ സമാധാനായിട്ടിരിക്കും. ഗൗതം, ഡൽഹിയിൽ നിന്നുള്ള ഫൈനാൻഷ്യൽ എക്സ്പെർട്സ് നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റ് എത്തുന്നു. അറേഞ്ച് ടു പിക്ക് ദം അപ്പ് ഫ്രം ദ എയർപോർട്ട്. ടുമോറോ ഐ വിൽ മീറ്റ് ദം ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്. യെസ് സർ. നന്ദേട്ടാ, വേണുവിന്റെ കത്തുണ്ട്. എന്താ വിശേഷം? ഞാൻ വായിച്ചില്ല. തുറക്കാൻ എനിക്ക് പേടിയാ. എന്തായാലും വായിക്കേ. വരാനുള്ളത് വഴി തങ്ങില്ല. വേണുവിന് കല്യാണത്തിന് സമ്മതാണ്. ജോലിയിൽ ജോയിൻ ചെയ്തിട്ട് എഴുതാന്ന് വെച്ചിട്ടാണെന്ന്. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അപ്പോഴത്തെ വിഷമങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു എന്നല്ലാണ്ട് സ്നേഹലഞ്ഞിട്ടല്ല. നിനക്ക് വിഷമമെങ്കിൽ എന്നോട്. അരുത്. നന്ദേട്ടന്റെ ഭാര്യയാവാന്നുള്ളത് ഒരു ഭാഗ്യമായി കരുതുന്നവളാ ഞാൻ. ആ നന്ദേട്ടൻ ആരുടെ മുന്നിലും തലകുനിക്കുന്നത് താങ്ങാൻ എനിക്കാവില്ല. പക്ഷെ എന്റെ ഈ ജീവിതം അനിയൻ തന്ന ദാനായി പോയില്ല നന്ദേട്ട. അമ്മൂനെ നന്ദേട്ടൻ എത്ര വേണേലും സ്നേഹിച്ചോളൂ. എന്നെ വെറുക്കാൻ ഞാൻ മതി. നിന്നെ വെറുക്കാൻ എനിക്കാവില്ല ഗൗരി. അമ്മൂന്റെ കല്യാണം മുടങ്ങാൻ നീ കാരണമായി പോകുമെന്നായിരുന്നു എന്റെ ഭയം. കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നമാണെന്ന് കരുതി മറക്കുക. ഇനി അമ്മൂന്റെ കല്യാണം. താൻ ഇവിടെ വന്ന് നിൽക്കുക.
അവരിറങ്ങാൻ വേണ്ടി തന്നെയും കാത്തു നിൽക്കുക. എന്താ അത് കൊച്ചു കുട്ടികളെ പോലെ. എന്നെ പിരിഞ്ഞു നിന്നിട്ടില്ലേ അവള്? അവള് കടൽ കടന്ന് പോകുന്നില്ലല്ലോ. ഏറിയ ഒരു 3 മണിക്കൂറിലെ ദൂരം അത്രല്ലേ ഉള്ളൂ. വരിക, അവര് യാത്ര അയക്കുക. വരിക. എനിക്ക് പേടിയാ വല്യമ്മ. എന്താ കുട്ടി ഇത്? എന്തിനാ പേടിക്കണത്? എന്നെ പറഞ്ഞേക്കാണ് നന്ദ. പോകാതെ പറ്റില്ലല്ലോ മോളെ. ഇനി നിന്റെ വീടതല്ലേ. അവിടെ നിന്റെ ഇഷ്ടത്തിന് നിൽക്കാൻ ആളുണ്ടായെന്ന് വരില്ല. കുട്ടികളൊക്കെ നിർത്തണം. വേണുവിന്റെ കാര്യങ്ങളൊക്കെ ഇനി നീ വേണം നോക്കാൻ. എന്നോട് വഴക്കൂടുന്ന പോലെ അവനോട് വഴക്കൂടരുത്. എന്നെ നന്ദാന്ന് വിളിക്കുന്ന പോലെ അവനെ പേര് വിളിക്കരുത്. പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇനി സ്വസ്ഥായി. 2 കുട്ടികളും ഓരോ സ്ഥിതിയിലായില്ലോ. ഒക്കെ ഈശ്വരാധീനം. എല്ലാം അവിടെ പറയാന്നല്ലാണ്ട് എന്താ? അതെ, അറിഞ്ഞില്ലേട്ടോ. ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ അത് ഭംഗിയാക്കി നടത്തും. 2 കല്യാണങ്ങളും ഒന്നിച്ച് നടത്തിയാ മതി എന്ന് പറഞ്ഞു നന്ദഗോപാലൻ. അപ്പോഴല്ലേ ജാതകത്തിന്റെ പ്രശ്നവും ജോലിയുടെ പ്രശ്നവും വന്നത്. ഒക്കെ പറഞ്ഞ് ശരിയാക്കിയില്ലേ ഞാൻ? ഇപ്പൊ കാര്യങ്ങളൊക്കെ ശുഭായില്ലേ? എന്താ ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞ ജീവിതത്തിലൊരു ഭാഗ്യം തന്നെയാ. അത് ശരിയാവാണ്ട് അറിയിക്കണവരെത്രയാ? പറയണില് തെറ്റുണ്ടോന്ന് എനിക്ക് നിശ്ചയില്ല. എല്ലാം തുറന്നു പറഞ്ഞ പ്രകൃതമാണല്ലോ എനിക്കുള്ളത്. വേണുവിന് കിട്ടിയ കുട്ടിക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടോന്ന് എനിക്ക് സംശയം. ഒന്നും മിണ്ടാണ്ടിരിക്കേ. എല്ലാം തുറന്നു പറയാന്നല്ല നിങ്ങളുടെ സ്വഭാവം. എല്ലാം കൊനിഷ്ടാക്കി പറയാന്ന. അയ്യോ, വെറുതെ തോന്നുകയാ ഗോമതിയമ്മേ. അമ്മ ശുദ്ധഭാവാ. അന്ന് ആദ്യമായി നന്ദഗോപാലിന്റെ വീട്ടിൽ പോയപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കി. ഇത്തിരി കുസൃതി ഉണ്ടെന്ന് മാത്രം. ചെറിയ കുട്ടിയല്ലേ അവളെ. എന്നാ ഞങ്ങൾ ഇറങ്ങാ. വേണു, അമ്മു, ദേ ഇവരിറങ്ങാന്ന്. വേണോട്ട് വേണേ പൊയ്ക്കോളൂ, ഞാനില്ല. നിന്നെ കാണാനും കൂടി അവരിവിടെ വന്നിരിക്കുന്നേ. അവിടെ ഒരു തടിച്ചുണ്ട്, ഒരു ഇടുമ്പി. ഈ മാല എത്ര പോനാ? ആ ചെയിൻ എവിടുന്ന് വാങ്ങിയതാ? കമ്മലിന്റെ ഡിസൈൻ ആര് തെരഞ്ഞെടുത്താ? കണ്ടൂടെ എനിക്കതിനെ. അമ്മു, ഞാൻ നിങ്ങളെന്താ വരാത്തെ? അവര് പോകാൻ നിൽക്കുന്നു. അവള് വരണില്ലെന്ന്. അവര് പൊയ്ക്കോട്ടെ അച്ഛാ. ഒന്നങ്ങട് വരുന്നേ. ഞാനില്ല, ഞാനില്ലെന്ന് പറഞ്ഞില്ലേ? അമ്മുന് തലവേദനയാ, കിടക്കയാ, ക്ഷീണം ഉണ്ടാവും. അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇനിയും കാണാം. എന്നാ ഇറങ്ങല്ലേ? ഇറങ്ങ. മോശമായി പോയി നീ ഉമ്മറത്തേക്ക് ചെല്ലാഞ്ഞത്. എന്ത് മോശം? ആ ഇടുമ്പി എനിക്ക് ഇഷ്ടമില്ലാത്തോണ്ടല്ലേ? അച്ഛന് വല്ലാത്ത വിഷമായി. എന്തിന്? അച്ഛൻ വന്ന് വിളിച്ചിട്ട് നീ ചെല്ലാഞ്ഞതിന്. അനുസരണക്കേട് അച്ഛന് ഇഷ്ടമല്ല. അച്ഛനൊരു മാഷാണേ. അയ്യോ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചില്ല. ഞാനും ഒരു മാഷാണ്. സോറി, അച്ഛനോടുള്ള അനുസരണക്കേട് കൊണ്ടൊന്നുമല്ല. ഞാൻ ഇപ്പൊ തന്നെ പോയി മാപ്പ് പറയാം. അച്ഛാ, ഞാൻ ഉമ്മറത്തേക്ക് വരാത്തതിന് അച്ഛന് വിഷമായോ? ഓ, സാരല്ല. അച്ഛനോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല. ആ അമ്മ ഇഷ്ടമില്ലാത്തോണ്ടല്ലേ? ഇനി അങ്ങനെ ഉണ്ടാവില്ല. സാരല്ലോളെ, അച്ഛനത് എപ്പോഴേ മറന്നു. അമ്മോ, എന്താ? എന്ത് പറ്റി നന്ദേട്ടാ? ഒന്നുമില്ല, ഒരു ചീത്ത സ്വപ്നം കണ്ടു. അതെ, സന്ധ്യക്ക് കിടന്നിങ്ങനെ ഉറങ്ങിയിട്ടല്ലേ? വരൂ, താഴേക്ക് പോം. ഈ വീട് വിട്ട് പുറത്തിറങ്ങിയിട്ടില്ല അവള്. അവിടെ എങ്ങനെ ഉണ്ടാവോ? നന്ദേട്ടൻ ഇങ്ങനെ പരിഭ്രമിച്ചാലോ? ഒന്നിനെക്കോണം പോകുന്ന കുട്ടിയല്ലേ അവള്? ഇപ്പോഴും കൊച്ചുകുട്ടിയെന്ന വിചാരം. ഇപ്പോഴും കൊച്ചുകുട്ടി തന്നെ അവള്. ഇതുവരെ തലയിലും താഴത്തും വെക്കാതെ നോക്കാൻ ഞാനുണ്ടായിരുന്നു. എന്താ നന്ദേട്ടാ ഇത്? അവിടെ അവളെ നോക്കാൻ വേണൂല്ലേ? അച്ഛനില്ലേ? ആ, എല്ലാരും ഉണ്ട്. ഗൗരിയുടെയും വേണുവിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചോണ്ട് വരുമ്പോഴും ഇതന്നെയായിരുന്നു സ്ഥിതി. പെണ്ണുങ്ങൾ ആരും ഇല്ല വീട്ടിലെ. അച്ഛനും അച്ഛന്റെ ഏട്ടനും മാത്രം. അവിടെ നേരെ മറിച്ചാ. എല്ലാരും പെണ്ണുങ്ങളാ. നന്ദ മാത്രമേ ആണായിട്ടുള്ളൂ. അതെന്താ? കുട്ടിയമ്മയുടെയും പരമന്റെയും കാര്യ ഞാൻ പറയണേ. കുട്ടിയമ്മ കഥകളിയില് പെൺവേഷം കെട്ടിയിരുന്ന ആളാ. പരമനില്ലേ, വെള്ളച്ചിന്റെ ഭർത്താവ്, അയാൾക്ക് ഭഗവതിന്റെ വേഷം കെട്ടില്ല പണി. അങ്ങനെ 2 പേരും പെണ്ണുങ്ങളാ. ഇതേ കൊണ്ട് മുകളിലോട്ടിയല്ലേ. പുതുമണവാട്ടിയെ അറയിലാക്കാൻ ഇവിടെ അമ്മായിയോ ചെറിയമ്മയോ ആരും ഇല്ല. ഇനി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നീയാണ് നോക്കേണ്ടത്.
ഗൃഹലക്ഷ്മി എന്ന് കേട്ടിട്ടില്ലേ? അതൊരു മാസികയുടെ പേരില്ലേച്ചാ? എന്നെ കൊണ്ട് ആവും പോലെയൊക്കെ മണിയറെ അലങ്കരിച്ചിട്ടുണ്ട് ട്ടാ.